എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായ ഹൽവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗോതമ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഹൽവ ഉണ്ടാക്കുന്നത്. ഈ ഹൽവ കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കി ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. 1 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഹൽവയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിനി സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെയൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്നത് പോലെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് കറക്റ്റ് പാകമൊന്നുമില്ല. വെറുതെ ഇതുപോലെയൊന്ന് കുഴച്ച് വെച്ചാൽ മതി. കുഴച്ചതിന് ശേഷം ഇത് നികയ്ക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇവിടെ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുഴച്ചെടുത്ത മാവിന് മുകളിലായിട്ട് ഇതുപോലെ വെള്ളം നിൽക്കണം. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും ഇത് അടച്ചു വെക്കണം. ഒരു 7 മണിക്കൂർ വരെ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ആയി കിട്ടും. അടുത്തതായി ചെയ്യേണ്ടത് 350 ഗ്രാം ശർക്കര ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുകാൻ വേണ്ടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഇനി കൈകൊണ്ട് ഇതുപോലെയൊന്ന് ആക്കി കൊടുക്കണം. ഇതുപോലെ ചെയ്യുമ്പോൾ ഈ വെള്ളം പാല് പോലെ നമുക്ക് കിട്ടും. കുറച്ച് സമയം ഇതുപോലെയൊന്ന് ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ച് ഗോതമ്പിൻ്റെ വേസ്റ്റ് ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പ്രാവശ്യമേ അരിച്ചെടുക്കുന്നുള്ളൂ. 1-2 പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുക്കാം. ഇതുപോലെ അരിക്കുമ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ അരിപ്പയിലുണ്ടാവും. അതൊരു സ്പൂൺ ഉപയോഗിച്ച് കുറച്ച് സമയം ഇളക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഈ അരിപ്പയിൽ കാണുന്നത് വേസ്റ്റാണ്. ഇത് നമുക്ക് കളയാം. ഗോതമ്പ് പൊടിയുടെ ഇത്രയും പാലിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം. എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഹൽവയുടെ ഒരു ലുക്ക് കിട്ടും. മാത്രമല്ല ഇത് പെട്ടെന്ന് കുറുകി കിട്ടുകയും ചെയ്യും. കോൺഫ്ലവർ മിക്സ് ചെയ്ത് ഗോതമ്പ് പാലിവിടെ ഒരു പാനിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കാം. ഇത് അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറുകി വരുന്നത് വരെ ഒന്ന് തീ കൂട്ടിയിട്ട് കൊടുക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ പാല് കുറുകി വരും. ഗോതമ്പ് പാൽ ഇവിടെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഈ സമയമായപ്പോഴേക്ക് ഗോതമ്പ് പാലൊക്കെ കുറുകി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ്. ഈ സമയത്ത് ശർക്കരയൊന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 350 ഗ്രാം ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്തതിന് ശേഷം കുറച്ച് സമയം തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. ഇത് കുറുകി വരുമ്പോൾ വീണ്ടും തീ കുറച്ചിട്ട് കൊടുക്കണം. ഗോതമ്പ് പൊടി കൊണ്ട് ഇതുപോലെ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി വളരെ കുറഞ്ഞ സമയം മാത്രമേ ആവശ്യമുള്ളൂ. വളരെ പെട്ടെന്ന് ചേർത്തിരിക്കുന്ന കൂട്ടുകളൊക്കെ നന്നായിട്ട് കുറുകി കിട്ടും. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഹൽവയുടെ കൂട്ടിവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഇതുപോലെ നെയ്യ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും മണവും കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്ന ശർക്കര കുറച്ച് കളറ് കുറഞ്ഞതാണ്. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ കരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ഫോട്ടോ ഒക്കെ എടുക്കേണ്ടത് കൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഉണ്ടാക്കിയെടുത്ത ഷുഗർ ക്യാരമൽ ഈ ഹൽവയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഹൽവ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ഹൽവയുടെ കൂട്ടിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്ന് വിട്ടു വരുന്നതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും വെള്ള എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെയൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
അടുപ്പത്തു നിന്ന് മാറ്റിയ ഉടനെ തന്നെ ഇതൊരു ട്രേയിലേക്ക് മാറ്റണം. എങ്കിൽ മാത്രമേ ഇത് നല്ല ഷേപ്പായിട്ട് കിട്ടുകയുള്ളൂ. ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഹൽവയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കാഷ്യൂനട്ടും വെളുത്ത എള്ളും ഇതിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൽവയുടെ കൂട്ട് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം നെയ്യ് തടവിയ ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ചെയ്തു കൊടുക്കാം. ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൽവയ്ക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും. തണുത്തതിന് ശേഷം ഹൽവ പാത്രത്തിൽ നിന്ന് മാറ്റി മുറിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്തു നോക്കണം. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി ആക്റ്റീവ് ആക്കിയെങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.